ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ടേം ഇവാലുവേഷൻ 2022 അഥവാ 2022 ഓണപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള 2022 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്നുള്ളതും എങ്ങനെ അതിനെ നമുക്ക് ആൻസർ പെട്ടെന്ന് എഴുതാന്നുള്ളതും നമുക്ക് നോക്കാം. ഫസ്റ്റ് ചോദ്യം, എ സ്റ്റുഡൻറ് ഈസ് ആസ്ക്ഡ് ടു സേ എ 1-digit നമ്പർ. ഒരു കുട്ടിയോട് ഒരക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് എ മൾട്ടിപ്പിൾ ഓഫ് 3? അത് 3ന്റെ ഗുണിതമാവാനുള്ള സാധ്യത എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് എ പെർഫെക്റ്റ് സ്ക്വയർ? അതൊരു പൂർണ്ണവർഗമാകുന്നതിനുള്ള സാധ്യത. ഈ പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത എന്ന് പറയുന്നത് പോസിബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം എന്നാണ്. അഥവാ അനുകൂല സാധ്യത ബൈ ആകെ സാധ്യത. എന്താണോ നമുക്ക് വേണ്ടത് അതേ ബൈ ടോട്ടൽ. ആദ്യം ഇവിടെ നമ്മൾ ടോട്ടൽ കാണണം. ആ കുട്ടിയോട് പറയാൻ പറഞ്ഞിട്ടുള്ളത് 1-digit നമ്പർ അഥവാ ഒരക്ക സംഖ്യ, ഒരു ഡിജിറ്റ് മാത്രം, ഒരക്കം മാത്രമുള്ള സംഖ്യകളെയാണ് 1-digit നമ്പർ അല്ലെങ്കിൽ ഒരക്ക സംഖ്യ എന്ന് പറയുന്നത്. അഥവാ 1 2 3 4 5 6 7 8 9. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ 9 നമ്പറുകളുണ്ട്. ഇനി വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് എ മൾട്ടിപ്പിൾ ഓഫ് 3? ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആവാനുള്ള സാധ്യത എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ 3ന്റെ മൾട്ടിപ്പിൾ എത്ര ഉണ്ട്? 3 6 9. എത്ര ഉണ്ട്? 3 എണ്ണം. അപ്പൊ സാധ്യത എത്രയാ? എത്ര ഉണ്ട് 3ന്റെ മൾട്ടിപ്പിൾ? 3 എണ്ണം. അപ്പൊ 3/9. ഇതിനെ ചെറുതാക്കുമ്പോൾ 1/3. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 3/3 1, 9/3 3. രണ്ടാമത്തെ ചോദ്യം, പെർഫെക്റ്റ് സ്ക്വയർ. 1 മുതൽ 9 വരെയുള്ള പെർഫെക്റ്റ് സ്ക്വയറുകൾ ഏതൊക്കെയാ? 1ന്റെ സ്ക്വയർ 1 അത് പെടും, 2ന്റെ സ്ക്വയർ 4 അത് പെടും, 3ന്റെ സ്ക്വയർ 9 അത് പെടും, 4ന്റെ സ്ക്വയർ 16 പെടില്ല, കാരണം അത് 2-digit നമ്പർ ആണ്. അപ്പൊ എത്ര ഉണ്ട്? 3 എണ്ണം. അതും 3/9. 3/9 ചെറുതാകുമ്പോൾ 1/3. Then second question, in the figure ABCD is a rectangle, P is the midpoint of DC, the area of the rectangle is 40 square centimeter. ചിത്രത്തിൽ ABCD ഒരു ചതുരാണ്. DCയുടെ മധ്യബിന്ദുവാണ്, ബിന്ദുവിന്റെ എന്താകും മാറിയിട്ടുണ്ട് വിട്ടേക്കട്ടാ, മധ്യബിന്ദുവാണ് P. ചതുരത്തിന്റെ പരപ്പളവ് 40 ചതുരശ്ര സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ABP? ത്രികോണം ABPയുടെ പരപ്പളവ് എത്രയാണ്? If a dot is put in the rectangle without looking, what is the probability that it would be in the triangle ABP? കണ്ണടച്ച ചതുരത്തിൽ ഒരു കുത്തിട്ടാൽ അത് ABP എന്ന ത്രികോണത്തിലാകുന്നതിനുള്ള സാധ്യത എന്താണ്? What is the probability that it would be in the triangle APD? കുത്ത് APD എന്ന ത്രികോണത്തിലാകുന്നതിനുള്ള സാധ്യത എന്താണ്? 2022 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഫസ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABP? മക്കളെ, ഒരു ചതുരത്തിന്റെ ഉള്ളിൽ ഒരു ത്രികോണം വന്നാൽ ആ ചതുരത്തിന്റെ ഏരിയയുടെ പകുതി ആയിരിക്കും ത്രികോണത്തിന്. ഒരു റെക്ടാങ്കിളിന്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ വന്നാൽ റെക്ടാങ്കിളിന്റെ പകുതി ആയിരിക്കും ട്രയാങ്കിളിന്, ട്രയാങ്കിളിന്റെ ഇരട്ടി ആയിരിക്കും റെക്ടാങ്കിളിന്. ചതുരത്തിന്റെ പകുതി ആയിരിക്കും ത്രികോണത്തിന്, ത്രികോണത്തിന്റെ ഇരട്ടി ആയിരിക്കും ചതുരത്തിന്. കാരണം വേറൊന്നുമല്ല, കാരണം ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് 1/2 BH ആണ്. ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് റെക്ടാങ്കിളിന്റെ ലെങ്ത് അല്ലേ, അപ്പോൾ 1/2 ഇൻറ്റു ബേസിന്റെ സ്ഥാനത്ത് ലെങ്ത് വരും. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇത് ബ്രെഡ്ത്തിന് ഈക്വൽ അല്ലേ, കണ്ടോ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിന്റെ പകുതി ആയിരിക്കും ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പോൾ ഇവിടെ റെക്ടാങ്കിളിന്റെ ഏരിയ 40 ആണ്, അപ്പോൾ ട്രയാങ്കിളിന്റെ ഏരിയ അഥവാ ചതുരത്തിന്റെ ഏരിയ 40 ആണ്. അപ്പോൾ ത്രികോണത്തിന്റെ ഏരിയ എത്രയായിരിക്കും മക്കളെ? 40ന്റെ പകുതി. 40ന്റെ പകുതി വരും, 40ന്റെ പകുതി വരും 20. രണ്ടാമത്തെ ചോദ്യം, if a dot is put in the triangle without looking it, what is the probability that it would be in the triangle APB? നമ്മൾ ഈ ചിത്രത്തിലേക്ക് ഒരു കുത്തിട്ടാൽ അത് APB എന്ന് പറയുന്ന ത്രികോണത്തിൽ വരാനുള്ള ചാൻസ് എത്രയെന്നാണ് ചോദ്യം, സാധ്യത എത്രയെന്നാണ് ചോദ്യം. എവിടെയാണോ കുത്തു വീഴേണ്ടത് ആ ഭാഗത്തിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ എന്നാണ് വരിക. കുത്തു വീഴേണ്ട ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ്? 20. അപ്പൊ 20/40. അപ്പൊ എത്ര വരും? 1/2 അല്ലെ. ഇനി ഈ P എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ മക്കളെ? P എന്ന് പറയുന്നത് മിഡ് പോയിന്റ് അല്ലേ? എവിടെ നമ്മളെ പേനയുടെ? P
പി മിഡ് പോയിന്റ് അല്ലേ? അപ്പോൾ ഞാൻ ആ റെക്റ്റാങ്കിളിനെ അങ്ങോട്ട് പകുതിയാക്കി. ഇപ്പോൾ എത്ര ത്രികോണം ഉണ്ട് നോക്കിയേ? 1 2 3 4. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാനാണ് കേട്ടോ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് വുഡ് ബി ഇൻ ദ ട്രയാങ്കിൾ എ പി ഡി? എ പി ഡിയിൽ വരണം. ഇവിടെ ആകെ എത്ര ഉണ്ട്? 4 എണ്ണം. എയിലെ വരേണ്ടത് എ പി ഡി. അതിൽ ഒരെണ്ണം അല്ലേ എ പി ഡി എന്ന് പറയുന്നത്? 1/4. ഓക്കെ, മിഡ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏരിയ കാണണം ഇക്വേഷൻ വെച്ചാണ്ട്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. In a bag there are 4 red and 8 green birds. In another bag there are 5 red and 9 black birds. ഒരു സഞ്ചിയിൽ 4 ചുവന്ന മുത്തുകളും 8 പച്ച മുത്തുകളുമുണ്ട്. മറ്റൊരു സഞ്ചിയിൽ 5 ചുവന്ന മുത്തുകളും 9 കറുത്ത മുത്തുകളും ഉണ്ട്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ ബീഡ് ഫ്രം ദ ഫസ്റ്റ് ബാഗ്? ആദ്യ സഞ്ചിയിൽ നിന്നും ഒരു മുത്തെടുത്താൽ അത് പച്ചയാകുന്നതിനുള്ള സാധ്യത എന്ത്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ് ഫ്രം ദ വിച്ച് ബാഗ് ഈസ് മോർ? ജസ്റ്റിഫൈ. ചുവന്ന മുത്ത് കിട്ടുന്നതിനുള്ള സാധ്യത കൂടുതൽ ഏത് സഞ്ചിയിൽ നിന്ന് എടുക്കുന്നതിനാണ്? സമർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് എഴുതാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ ബീഡ് ഫ്രം ദ ഫസ്റ്റ് ബാഗ്? നമുക്ക് ആദ്യം ഓരോ ബാഗിൽ നിന്നുള്ളത് നമുക്കൊന്ന് എഴുതാം കേട്ടോ. ആദ്യം ഫസ്റ്റ് ബാഗിൽ, ഒന്നാമത്തെ ബാഗിൽ, ബോക്സ് ഞാൻ പെട്ടി എന്നൊന്നും മലയാളത്തിൽ എഴുതുന്നില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ അല്ലേ. 4 റെഡ് 8 ഗ്രീന്, അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട്? 8 4 12. ഇനി രണ്ടാമത്തെ ബോക്സ് 5 റെഡ് 9 ബ്ലാക്ക്, ടോട്ടൽ എത്ര ഉണ്ടാവും? 9 5 14. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ ബീഡ് ഫ്രം ദ ഫസ്റ്റ് ബാഗ്? ഒന്നാമത്തെ ബാഗിൽ നിന്ന്, ഒന്നാമത്തെ ബാഗ് ഇതല്ലേ, ഒന്നാമത്തെ ബാഗിൽ നിന്ന് ഗ്രീന് കിട്ടാൻ എത്ര ഗ്രീൻ ഉണ്ട്? 8 ഗ്രീൻ ഉണ്ട്. ടോട്ടൽ എത്രയാ? 12. അപ്പോൾ 8/12. ഓക്കെ, അതിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2/3 എന്ന് കിട്ടും. ഓക്കെ, 8/4 2, 12/4 3, അപ്പോൾ 2/3 എന്ന് കിട്ടും. ഓക്കെ ആണേ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗെറ്റിംഗ് എ റെഡ് ബീഡ് ഫ്രം വിച്ച് ബാഗ് ഈസ് മോർ? ചുവപ്പ് ഏതെന്ന് കിട്ടുന്നതാണ് കൂടുതലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 ബാഗിലും ഒരേ നമ്പർ ഓഫ് ബോൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പറയാം ഏറ്റവും കൂടുതൽ ചുവപ്പ് ഏതാണോ അതിനായിരിക്കും സാധ്യത. മറ്റില്ലെങ്കിൽ നമ്മൾ ചെയ്തു നോക്കേണ്ട വേണ്ടോ. അത് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഒന്നാമത്തെ ബാഗിൽ നിന്ന് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ബാഗിൽ നിന്ന് എടുക്കാൻ എത്ര റെഡ് ഉണ്ട്? ഗ്രീൻ. ഓക്കെ, ബി ക്വസ്റ്റ്യൻ. അത് ഫസ്റ്റത്തേൻ്റെ ആൻസർ ആണ്, നോക്കണ്ട കേട്ടോ. റെഡ് ഫ്രം ഫസ്റ്റ് ബാഗ്, ഫസ്റ്റത്തെ നമ്മൾ ചെയ്തല്ലോ അല്ലേ. ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് ചുവപ്പ് കിട്ടാനുള്ള സാധ്യത. ഒന്നാമത്തേൽ എത്ര ചുവപ്പുണ്ട്? 4 റെഡ് ഉണ്ട്. എത്ര റെഡ് ഉണ്ട്? 4 റെഡ്. ടോട്ടൽ എത്രയാ? 12. അപ്പം 4/12. ചെറുതാക്കുമ്പോൾ 4/4 1, 12/4 3. ഇനി രണ്ടാമത്തേന്നും കാണാം. 2ൽ എത്ര റെഡ് ഉണ്ട്? 5 എണ്ണം. ടോട്ടൽ എത്ര ഉണ്ട്? 14 എണ്ണം. അപ്പം 5/14. ഇനി ഈ 1/3 ആണോ 5/14 ആണോ വലുത് എന്നാണ് ചോദ്യം. അത് രണ്ടും ഞാൻ നേരെ ഒന്ന് എഴുതി. ഇനി ക്രോസ് ചെയ്യാം മക്കളെ. 1 × 14 14, 5 × 3 15. ഡയറക്റ്റ് ക്രോസ് ചെയ്യാം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാം. 1 × 14 14, 3 × 5 15. ഇതിലാരാ വലുത്? 15 അല്ലേ. അപ്പം ഇങ്ങനത്തെ സിമ്പിൾ അല്ലേ ഇവിടെ വരിക. അതേ സിമ്പിൾ ഇവിടെയും കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷണൽ നമ്പറിൽ ആരാണ് വലുത് എന്ന് കണ്ടുപിടിക്കുക. ക്രോസ് ചെയ്യുക, എന്നിട്ട് താഴെ വരുന്ന നമ്പറുകളിൽ ഏതാണോ വലുത് അതേ സിമ്പിൾ മുകളിലും കൊടുക്കുക. അപ്പോൾ ഇതിൽ ആരാ വലുത്? 5/14 ആണ് വലുത്. 5/14 എന്ന് പറഞ്ഞാൽ ഏതാ? രണ്ടാമത്തെ ബാഗ്. അപ്പോൾ ഏതെന്ന് കിട്ടുന്ന സുഖം? രണ്ടാമത്തെ ബാഗിൽ നിന്ന് കിട്ടുന്നത് ഏത് തന്നെ വേണം കേട്ടോ. റെഡ് ഫ്രം ദ സെക്കൻഡ് ബാഗ് ഈസ് മോർ പ്രോബബിലിറ്റി, അല്ലെങ്കിൽ മോർ ചാൻസ്. രണ്ടാമത്തെ സഞ്ചിയിൽ നിന്നും കിട്ടാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, എങ്ങനെയാണ് വലുത് ചെറുത് കണ്ടെന്ന് മനസ്സിലായാലോ. ക്രോസ് ചെയ്യുക കേട്ടോ, ഡയറക്റ്റ് ക്രോസ് ചെയ്യുക ഫ്രാക്ഷൻ കണ്ടുപിടിച്ചതിന് ശേഷം. സെക്കൻഡ് ബാഗ്. ഓക്കെ, in a box contain 4 paper slips 1 3 6 9. Another box contain 3 paper slips 1 2 and 4. One paper slip is taken from each box. ഒരു പെട്ടിയിൽ 1 3 6 9 എന്നീ സംഖ്യകൾ ഓരോന്നും എഴുതി 4 കടലാസ് കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 1 2 4 സംഖ്യകൾ ഓരോന്നും എഴുതിയ 3 കടലാസ് കഷ്ണങ്ങൾ ഇട്ടിരിക്കുന്നു. ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് കഷ്ണങ്ങൾ എടുക്കുന്നു. How many pairs of numbers are possible? കിട്ടാവുന്ന ജോഡികളുടെ എണ്ണം എത്രയാണ്? What is the probability of both being even? രണ്ടും ഈവൻ ആവാനുള്ള സാധ്യത. What is the probability of one being even and other odd? ഒരു ഒറ്റ സംഖ്യയും ഒരു ഇരട്ട സംഖ്യയും ആകുന്നതിനുള്ള സാധ്യത. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഈവൻ നമ്പർ? ഒരു ഇരട്ട സംഖ്യയെങ്കിലും കിട്ടുന്നതിനുള്ള സാധ്യത. ആദ്യം നമുക്ക് എത്ര ഉണ്ട് നോക്കാം. ഒന്നാമത്തേൽ 1 3 6 9. ഏതൊക്കെയാ? 1 3 6 9. ഇവിടെ 1 2 4. ഫസ്റ്റത്തേൽ 4 എണ്ണം, രണ്ടാമത്തേൽ 3 എണ്ണം.
ഓക്കെ. അപ്പോൾ ഫസ്റ്റത്തെ 1 ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 1 1 2 1 4 മൂന്നെണ്ണം അല്ലേ? 3 എടുത്താലും 3 1 3 2 3 4 6 1 6 2 6 4 9 1 9 2 9 4 എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓരോന്നിനും 3 പേര് രണ്ടാമത്തേലുണ്ട്. ഓക്കെ. അപ്പോൾ ജോഡികളായിട്ട് എടുക്കുമ്പോൾ ആ നമ്പറുകൾ തമ്മിൽ ഗുണിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ. അപ്പോൾ ഫസ്റ്റത്തേൽ 4 എണ്ണവും ഫസ്റ്റത്തേൽ 4 എണ്ണവും രണ്ടാമത്തേലും 3 എണ്ണം. അപ്പോൾ 4 × 3 ടോട്ടൽ എത്ര പേരുണ്ടാവും? 12 പേരുണ്ടാവും. ഓക്കെ. നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് കുട്ടികളെ സെലക്ട് ചെയ്യുന്ന പോലത്തെ അതേ ചോദ്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ എത്ര പേരുണ്ടാവും ടോട്ടൽ? ടോട്ടൽ 12 പേരുകൾ ഉണ്ടാവും. ഓക്കെ. ഇനി വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഈവൻ? രണ്ടും ഈവൻ ആകാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ നോക്കിയാൽ 1 ഫസ്റ്റത്തെ നമ്പർ 1 എടുക്കുമോ? ഇല്ല. 1 ഒറ്റ സംഖ്യയാണ്. 3 എടുക്കൂല. 6 വരും. 6ന്റെ കൂടെ ആരെ എടുക്കുക? 2നെ എടുക്കുക. അപ്പോൾ 6 2 6 4 9 വരുമോ? ഇല്ല. കാരണം 9 ഒറ്റ സംഖ്യയാണ്. അപ്പോൾ രണ്ടും ഇരട്ട സംഖ്യ ആവാൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഈവൻ? രണ്ടും ഇരട്ട സംഖ്യ ആകുന്നതിനുള്ള സാധ്യത എത്ര ഉണ്ട്? 2 എണ്ണം. ആകെ എത്ര ഉണ്ട്? 12 എണ്ണം. 2/12 ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ 1/6. ഓക്കെ. ഇനി വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഏതൊക്കെയാണ് നമ്പർ നമ്മൾ വിട്ടുപോയില്ലേ? നമ്പർ ഇവിടെ എഴുതാം നമുക്ക് കേട്ടോ. 1 3 6 4 പിന്നെ 2 1 2 4 അല്ലേ? ഓക്കെ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് വൺ ബീയിങ് ഈവൻ ആൻഡ് അതർ ഓഡ്? ഒരു ഒറ്റ സംഖ്യയും ഒരു ഇരട്ട സംഖ്യയും വരാനുള്ള സാധ്യത. ഓക്കെ. ഓക്കെ. 1 ഒറ്റ സംഖ്യ. അപ്പോൾ 1 എടുക്കാം. 1 ഒറ്റ സംഖ്യ എന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ ഇരട്ട സംഖ്യ വരണം. അപ്പോൾ 1 2 1 4. ഓക്കെ. ഇനി 3 ഒറ്റ സംഖ്യയല്ലേ? അപ്പോൾ ഇപ്പുറത്തുനിന്ന് ഇരട്ട സംഖ്യ എടുക്കണം. 3 2 3 4. ഇനി 6 ഇരട്ട സംഖ്യയല്ലേ? അപ്പോൾ ഇപ്പുറത്തുനിന്ന് ഒറ്റ സംഖ്യ എടുക്കണം. 6 1. ഓക്കെ. ഇനി 4 ഇരട്ട സംഖ്യയല്ലേ? അപ്പോൾ ഇപ്പുറത്തുനിന്ന് എന്ത് ചെയ്യണം? സോറി, ഇവിടെ 4 അല്ല 9 ആണ് കേട്ടോ. 9 3ന്റെ മൾട്ടിപ്ലൈ ആയിരുന്നല്ലോ. 9 ഒറ്റ സംഖ്യയല്ലേ? അപ്പോൾ ഇവിടുന്ന് ഇരട്ട സംഖ്യ എടുക്കണം. 9 2 9 4. ഓക്കെ. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 എണ്ണം അല്ലേ? 3 3 6 1 7. 7/12. ഓക്കെ. ഇനി സാധ്യത കൊടുത്തു ഡയറക്റ്റ് അല്ലേ? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺ ഈവൺ നമ്പർ? ഒരെണ്ണമെങ്കിലും ഈവൻ ആവണം എന്നാ പറഞ്ഞത്. അപ്പൊ രണ്ടും ഈവനായ കുഴപ്പമുണ്ടോ? ഇല്ല. ഒരെണ്ണമെങ്കിലും ഇരട്ട സംഖ്യ ആണ്. അപ്പൊ 2 ഇരട്ട സംഖ്യ കുഴപ്പമുണ്ടോ? ഇല്ല. ഒരെണ്ണം ഇരട്ട സംഖ്യ ആവുന്നത് 7/2 ആണ്. രണ്ടും ഇരട്ട സംഖ്യ ആവുന്നത് 2/12 ആണ്. അത് രണ്ടും കൂട്ടിയാൽ മതി. 7ക്ക് 2 കൂട്ടിയാൽ എത്രയാ? 9. അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയാൽ മതി ഇതിന്റെ കൂട്ടത്തിൽ ആരും കൂടിയും വരും. 6 2 6 4 വരും. അപ്പൊ 2 എണ്ണം കൂടി ആയില്ലേ? കാരണം എന്താ? രണ്ടും ഇരട്ട സംഖ്യ. അറ്റ്ലീസ്റ്റ് വൺ ഈവൻ നമ്പർ. ഒരെണ്ണമെങ്കിലും ഈവൻ ആവണം. അപ്പൊ 2 ഈവനായ കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ സാധ്യത എത്രയായിരിക്കും? 9/12. ഓക്കെ ആണോ മക്കളെ? ഓക്കെ. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം എത്രാമത്തെ ചോദ്യം? 5ാമത്. ഓക്കെ. ഈച്ച് 2-digit number is written on a paper slip and these are all put in a box. 2 അക്ക സംഖ്യകൾ ഓരോന്നും ഒരു കടലാസ് കഷ്ണങ്ങളിൽ എഴുതി ഒരു പെട്ടിയിലിട്ടിരിക്കുന്നു. How many paper slips are there in the box? പെട്ടിയിൽ എത്ര കടലാസ് കഷ്ണങ്ങൾ ഉണ്ടാവും? If a slip is taken from the box, what is the probability that both the digit are prime numbers? പെട്ടിയിൽ നിന്നും ഒരു കടലാസ് കഷ്ണം എടുത്താൽ അതിലെ 2 അക്കങ്ങളും അഭാജ്യ സംഖ്യകളാകുന്നതിനുള്ള സാധ്യത എന്താണ്? What is the probability for the product of digit is a prime number? പെട്ടിയിൽ നിന്നും ഒരു കടലാസ് കഷ്ണം എടുത്താൽ അതിലെ അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യയാകുന്നതിനുള്ള സാധ്യത എന്താണ്? അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസറുകളൊക്കെ ഒന്ന് നോക്കാം. ആദ്യം എത്ര 2-digit നമ്പർ ഉണ്ടെന്നാണ്. ടോട്ടൽ 92 അക്ക സംഖ്യകളുണ്ട് മക്കളെ അല്ലെ? അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ഇല്ലല്ലോ. കാരണം 1 മുതൽ 100 വരെ 100 നമ്പറാണ്. അതിൽ 1 മുതൽ 9 വരെയുള്ള നമ്പർ ഒറ്റ സംഖ്യയാണ്. അപ്പോൾ 9 എണ്ണം പോയി. 100 3 അക്ക സംഖ്യയാണ്. അപ്പോൾ ഒരെണ്ണം പോയി. അപ്പോൾ മൊത്തം 10 എണ്ണം പോയി. ബാക്കി എത്ര ഉണ്ട്? 90. ഇനി if a slip is taken from the box, what is the probability that both the digit are prime numbers? 2 നമ്പറും പ്രൈം ആവണം. പ്രൈം നമ്പർ ഡിജിറ്റുകൾ ആരൊക്കെയാ മക്കളെ? 1 2 പിന്നെ 3 പിന്നെ 5 പിന്നെ 7. ഇതാണ് പ്രൈം ഡിജിറ്റുകൾ. അപ്പൊ രണ്ടും പ്രൈം ആവണം എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയായിരിക്കും? 20
11 10 തൊട്ടുള്ള നമ്പറിൽ ഉണ്ടാകുമോ? ഇല്ല, കാരണം 1 പ്രൈം അല്ല. 20 വരും, 22 വരും. ഓക്കെ, 22 വരും, 23 വരും, 25 വരും, 27 വരും. പിന്നെ 30 ആരൊക്കെ വരും? 32, 33, 35, 30. 2 ഡിജിറ്റും പ്രൈം ആവണം എന്നാണ്. 52, 53, 55, 77, 72, 73, 75, 70. അപ്പൊ എത്രണ്ണായി? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. 16/90. ചെറുതാക്കൊക്കെ ചെയ്യാം നമുക്ക് ഇതിന് കേട്ടോ. Then what is the probability for the product of the digit is prime number? ഡിജിറ്റുകളുടെ മൾട്ടിപ്പിൾ പ്രൈം നമ്പർ വരണം. അപ്പം മക്കളെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ, നമുക്ക് നോക്കാം. അതായത് 10 തൊട്ടുള്ള നമ്പറുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 1 × 0 0 ആണ്, കിട്ടൂല. 1 × 1 1 ആണ്, 1 × 2 2 ആണ്. ഓക്കെ, 12 വരും. പിന്നെ 1 × 3 3 ആണ്, 1 × 5 5 ആണ്, 1 × 7 7 ആണ്. ബാക്കിയുള്ളൊന്നും വരില്ല. ഇല്ലല്ലോ, 16 വരില്ല, കാരണം എന്താ? 1 × 6 6 പ്രൈം നമ്പർ അല്ല. പിന്നെ 20 ആരൊക്കെ ഉണ്ടാവും? 2 × 1 മാത്രമേ വരുള്ളൂ. ബാക്കി ഏത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും വരില്ല, കാരണം 2 × 3 6 6 പ്രൈം ആണോ? 2 ഉം 3 അതിന്റെ പ്രൊഡക്റ്റ് അല്ലേ. 2 × 5 10, അത് പറ്റുമോ? ഇല്ല, കാരണം എന്താ? 2 × 2 ഉം 5 അതിന്റെ മൾട്ടിപ്പിൾ അല്ലേ. 27 പറ്റുമോ? 2 × 7 14 ആണ്. 14 പ്രൈം നമ്പർ ആണോ? അല്ല. അപ്പോൾ 12 13 15 17. അത് കഴിഞ്ഞാൽ, കാരണം ഇതൊക്കെ വരാൻ കാരണം എന്താ? 1 × 2 പ്രൊഡക്റ്റ് ആണ്. 1 × 3 1 × 5 1 × 7. പിന്നെ 21 ആര് മാത്രമേ ഉള്ളൂ? 20 ആര് മാത്രമേ ഉള്ളൂ? 21 ഉള്ളൂ. ബാക്കിയുള്ളത് ആരെങ്കിലും വരുമോ? ഇല്ല, കാരണം നമ്മൾ പറഞ്ഞു അല്ലേ. ഇപ്പൊ 23 ഇവിടൊക്കെ നമ്മൾ പ്രൈം നമ്പർ എടുത്തിട്ടുണ്ട് അല്ലേ. 23 എന്തുകൊണ്ടാണ് വരാത്തത്? 2 ഉം 3 മൾട്ടിപ്ലൈ ചെയ്താൽ 6 ആണ് കിട്ടുക. 2 × 3 6 ആണ്. 6 പ്രൈം നമ്പർ ആണോ? അല്ല. അതേപോലെ 30 31 ഉണ്ടാവുള്ളൂ, 50 51, 70 71. ഓക്കെ, ബാക്കിയുള്ള ഏത് ഡിജിറ്റുകൾ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്ന ആൻസറിന്റെ പ്രൊഡക്റ്റ് ഫാക്ടേഴ്സ് ആണ് നമ്പേഴ്സ് അല്ലേ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8. 8/90. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2022 ഓണപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക, നല്ല മാർക്ക് കിട്ടട്ടെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.